ഓം ശാന്തി 27/5/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഓർമ്മയിലിരുന്ന് ഭക്ഷണമുണ്ടാക്കൂ. എങ്കിൽ കഴിക്കുന്നവരുടെ ഹൃദയം ശുദ്ധമാകും. നിങ്ങൾ ബ്രാഹ്മണരുടെ ഭക്ഷണം വളരെയധികം ശുദ്ധമായിരിക്കണം. ചോദ്യം: സത്യയുഗത്തിൽ നിങ്ങളുടെ വാതിൽക്കൽ ഒരിക്കലും കാലൻ വരുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ സംഗമത്തിൽ നിങ്ങൾ കുട്ടികൾ ബാബയിലൂടെ ജീവിച്ചിരിക്കെ മരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ആരാണോ ഇപ്പോൾ ജീവിച്ചിരിക്കെ മരിക്കുന്നത്, അവരുടെ വാതിൽക്കൽ ഒരിക്കലും കാലന് വരാൻ സാധിക്കില്ല. നിങ്ങളിവിടെ മരിക്കാൻ പഠിക്കുന്നതിന് വന്നിരിക്കുന്നു. സത്യയുഗമാണ് അമരലോകം. അവിടെ കാലൻ ആരെയും വിഴുങ്ങുന്നില്ല. രാവണ രാജ്യമാണ് മൃത്യുലോകം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരുടെയും അകാലെ മൃത്യു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ പ്രദർശനി കണ്ടാണ് വരുന്നതെങ്കിൽ ബുദ്ധിയിൽ അത് തന്നെയായിരിക്കണം ഓർമ്മ ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ എങ്ങനെയുള്ള ശൂദ്രരായിരുന്നു, ഇപ്പോൾ ബ്രാഹ്മണനായിരിക്കുന്നു. പിന്നീട് ദേവത, സൂര്യവംശി, ചന്ദ്രവംശി ആകും. ഈ സംഗമയുഗി മോഡൽ പ്രദർശനിയിൽ വെക്കണം. കലിയുഗത്തിന്റെയും സത്യയുഗത്തിന്റെയും ഇടയിലുള്ള ഇതാണ് സംഗമയുഗം. അതുകൊണ്ട് സംഗമയുഗി മോഡൽ ഇടയിൽ ഉണ്ടായിരിക്കണം. അതിൽ 15-20 വെള്ളവസ്ത്രധാരികളെ തപസ്സിൽ ഇരുത്തണം. ഏതുപോലെയാണോ സൂര്യവംശിയെ കാണിക്കുന്നത്, അതുപോലെ ചന്ദ്രവംശിയെയും കാണിക്കേണ്ടതായിയുണ്ട്. ഇവരാണ് തപസ്യ ചെയ്ത് ഇങ്ങനെയാകുന്നത് എന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്നതുപോലെ ഉണ്ടാക്കണം. ഏതുപോലെയാണോ നിങ്ങളുടെ തുടക്കത്തിലെ ചിത്രവുമുള്ളത്, സാധാരണ തപസ്യയുടെ ചിത്രവും ഭാവി രാജ്യ പദവിയുടെ ചിത്രവും, അതുപോലെ ഇതും ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, ഇവരാണ് അതായി മാറുന്നത്. കാണിക്കുന്നതും കൃത്യമായിരിക്കണം. നമ്മൾ ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും രാജയോഗം പഠിച്ച് ഇങ്ങനെ ആകുന്നു. അപ്പോൾ സംഗമയുഗവും തീർച്ചയായും കാണിക്കേണ്ടതായിയുണ്ട്. നിങ്ങൾ കുട്ടികൾ കണ്ടിട്ട് വരികയാണെങ്കിൽ മുഴുവൻ ദിവസവും ആ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ ജ്ഞാനസാഗരന്റെ കുട്ടികളായ നിങ്ങളെ മാസ്റ്റർ ജ്ഞാനസാഗരൻ എന്ന് പറയാൻ സാധിക്കൂ. അഥവാ ജ്ഞാനം തന്നെ ബുദ്ധിയിലില്ല എങ്കിൽ ജ്ഞാനസാഗരനെന്ന് ഒരിക്കലും പറയില്ല. മുഴുവൻ ദിവസവും ബുദ്ധി ഇതിൽ തന്നെ മുഴുകിയിരിക്കുകയാണെങ്കിൽ പിന്നീട് ബന്ധനവും മുറിയും. നമ്മളിപ്പോൾ ബ്രാഹ്മണരാണ്, പിന്നീട് ദേവത ആകുന്നു. അഥവാ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നില്ലെങ്കിൽ ക്ഷത്രിയ കുലത്തിലേക്ക് പോകും. വൈകുണ്ഠം കാണാൻ പോലും സാധിക്കില്ല. മുഖ്യമായുള്ളത് വൈകുണ്ഠം തന്നെയാണ്. ലോകാത്ഭുതമെന്ന് വൈകുണ്ഠത്തെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പുരുഷാർത്ഥം ചെയ്യണം. നിങ്ങളുടെ 2 ചിത്രവും ഉണ്ടായിരിക്കണം. ആ നിറപ്പകിട്ടാർന്ന അല്ലെങ്കിൽ ആഭരണങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും പിന്നെ ആ തപസ്യയുടെയും. അപ്പോൾ അവർ മനസ്സിലാക്കും, ഇവരാണ് സൂക്ഷ്മവതനത്തിൽ ഇരിക്കുന്നത്. വസ്ത്രം അത് മാറാൻ സാധിക്കും, എന്നാൽ വിശേഷതകൾ മാറ്റാൻ സാധിക്കില്ല. അതാണ് അപവിത്ര പ്രവൃത്തി മാർഗം. ഇത് പവിത്ര പ്രവൃത്തി മാർഗം. ഇതിലൂടെ മനസ്സിലാക്കണം, ഇത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ തന്നെ പിന്നീട് അതാകുന്നു. ആര് പരിശ്രമം ചെയ്യുന്നോ അവർ നേടും. ബ്രാഹ്മണനാകുന്നവർ അനേകമില്ലേ? ഈ സമയം നിങ്ങൾ കുറച്ചു പേരാണ് ഉള്ളത്. ദിനം പ്രതിദിനം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. മുഴുവൻ സൃഷ്ടിചക്രവും എങ്ങനെയാണ് കറങ്ങുന്നത്? ബുദ്ധിയിലുണ്ട്. നമ്മൾ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നീട് ഇതായി മാറും. ഇതിന് തന്നെയാണ് പറയുന്നത് സ്വദർശന ചക്രധാരി ആയിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ വീണ്ടും എന്താകുന്നു. വിദ്യാർത്ഥി ടീച്ചറെ തീർച്ചയായും ഓർമ്മിക്കും. നിങ്ങളും ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയുടെ യാത്രയിലൂടെ മാത്രമാണ് പാപം മുറിയുന്നത്. ആത്മാവ് പവിത്രമായി മാറുന്നു. പിന്നീട് ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ആരാണോ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാകുന്നത് അവരാണ് പിന്നീട് ദേവത ആകുന്നത്. ഇതിന്റെ എത്ര വലിയ മോഡലുണ്ടോ നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ എഴുതേണ്ടതായും ഉണ്ട് സംഗമയുഗി പുരുഷോത്തമരാകുന്ന ബ്രാഹ്മണർ. ഇപ്പോൾ നിങ്ങളെ ബാബയിരുന്ന് പഠിപ്പിക്കുന്നു. മുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ശിവബാബയുടെയും ചിത്രമുണ്ട്. നിങ്ങൾ ഇതായി മാറുന്നു. ഈ ബ്രഹ്മാവും നിങ്ങളുടെ കൂടെ ഉണ്ട്. അദ്ദേഹവും വെളുത്ത വസ്ത്രധാരിയായ വിദ്യാർത്ഥിയാണ്. മനുഷ്യരാണെങ്കിൽ രാമരാജ്യത്തെ പോലും അംഗീകരിക്കുന്നില്ല. മഹിമയുണ്ട് രാമരാജാവ്, രാമപ്രജ എന്ന്. സത്യയുഗത്തിലാണെങ്കിൽ ധർമ്മരാജ്യം തന്നെയാണ്. ശേഷം ത്രേതായിൽ ക്ഷത്രിയരുടെ ഗ്ലാനി ചെയ്തു. സൂര്യവംശിയുടെ ഗ്ലാനി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതും എഴുതണം, രാമരാജ, രാമപ്രജ. ധർമ്മത്തിന്റെ ഉപകാരമാണ്. അതാണെങ്കിൽ സെമി സ്വർഗമാണ്. എന്തുകൊണ്ടെന്നാൽ 14 കലയല്ലേ. അവിടെ ഇങ്ങനെയുള്ള ഗ്ലാനിയുടെ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, നമ്മൾ നമുക്കായി സ്വരാജ്യം സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്തായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഏവരും യാചിക്കുന്ന വിശ്വത്തിലെ ശാന്തിയുടെ ഒരു സ്വരാജ്യം, അത് ഞങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പ്രദർശനി മുതലായവ കാണുകയാണെങ്കിൽ ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾ വീട്ടിൽ പോയാൽ പിന്നീട് ഈ എല്ലാ കാര്യങ്ങളും മറക്കും. എന്നാൽ ഇതെല്ലാം ബുദ്ധിയിൽ ഓർമ്മ വെക്കണം. പ്രദർശനിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടെ എല്ലാം അവസാനിക്കരുത്. നല്ല നല്ല പുരുഷാർത്ഥി കുട്ടികൾ ആരാണോ അവരുടെ ബുദ്ധിയിൽ അലയടിക്കണം. ബാബയ്ക്ക് അലയടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കുകയാണെങ്കിൽ ബാബയുടെ ഓർമ്മയും ഉണ്ടായിരിക്കും. ഉന്നതി പ്രാപിച്ചുകൊണ്ടിരിക്കും. അഥവാ സതോപ്രധാനമായില്ലെങ്കിൽ പിന്നീട് സത്യയുഗത്തിലേക്കും പോകില്ല. അതുകൊണ്ട് സ്വയത്തെ ഓർമ്മയുടെ യാത്രയിൽ പക്കാക്കി വെക്കണം. നിങ്ങൾ രാജയോഗിയാണ്. നിങ്ങൾക്ക് വലിയ ജടകളുണ്ട്. മുഴുവൻ മഹിമയും നിങ്ങൾ മാതാക്കളുടേതാണ്. ജടകളും നാച്ചുറലാണ്. രാജയോഗിയും യോഗിനിയും ഇത് സത്യമായ തപസ്യയുടെ മാതൃക കാണിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ പറയുന്നു, ദേഹത്തിന്റെ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവെന്ന് നിശ്ചയിക്കൂ. ബാക്കി ദേഹത്തിന്റെ സംബന്ധങ്ങൾ മുതലായവ മറക്കൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ. ബാബ നിങ്ങളെ വളരെ ധനവാനാക്കുന്നു. ജീവിച്ചിരിക്കെ മരിക്കൂ. ബാബ വന്ന് ജീവിച്ചിരിക്കെ മരിക്കാൻ പഠിപ്പിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ കാലന്മാരുടെയും കാലനാണ്. നിങ്ങളെ ഇങ്ങനെ മരിക്കാൻ പഠിപ്പിക്കുന്നു. അതിലൂടെ ഒരിക്കലും നിങ്ങളുടെ വാതിൽക്കൽ കാലന് വരാൻ സാധിക്കില്ല. അവിടെ രാവണ രാജ്യം തന്നെ ഇല്ല. സത്യയുഗത്തിൽ ഒരിക്കലും കാലൻ വിഴുങ്ങുന്നില്ല. അതിനെ അമരപുരി എന്നാണ് പറയുന്നത്. ബാബ നിങ്ങളെ അമരപുരിയുടെ അധികാരി ആക്കുന്നു. ഇതാണ് മൃത്യുലോകം. അതാണ് അമരപുരി. ഇതാണ് രാജയോഗം. നിങ്ങൾ എഴുതൂ, പ്രാചീന ഭാരതത്തിന്റെ രാജയോഗം വീണ്ടും പഠിപ്പിക്കുന്നു. ആരാണോ പ്രദർശനി മുതലായവ കാണുന്നത് അവർക്ക് അതിന്മേൽ ചിന്തയുണ്ടാകണം. ഇതിൽ ഇനിയുമെന്ത് ചെയ്യാം?
മനുഷ്യർക്ക് കൃത്യമായി മനസ്സിലാകുന്നതിന്. ഇതിൽ പ്രായോഗിക ജ്ഞാനം വളരെ നല്ലതാണ്. ഏതുപോലെയാണോ രാജാവും റാണിയും അതുപോലെ പ്രജകളും. അത് ഇതിൽ തന്നെയാണ് വരുന്നത്. ബാബ എത്ര വ്യക്തമാക്കിയാണ് മനസ്സിലാക്കി തരുന്നത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഈ അടിസ്ഥാന കാര്യം വേരുറയ്ക്കണം. വിശ്വത്തിൽ പവിത്രത, സുഖം, ശാന്തി എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം പദവി ലഭിക്കുന്നു. അതും നമ്പർ വൈസാണ്. ഇതും കാണിക്കൂ നമ്പർ വൈസായി എങ്ങനെയാണ് മാറുന്നത് എന്ന്. പ്രജയെയും കാണിക്കൂ. അപ്പോൾ ധനവാനായ പ്രജ, രണ്ടാം തരം പ്രജ, മൂന്നാം തരം പ്രജയെയും കാണിക്കൂ. ഇങ്ങനെ കൃത്യമായി ഉണ്ടാക്കൂ. അതിലൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. പരിശ്രമം അത് ചെയ്യുക തന്നെ വേണം. സമയം ബാക്കി കുറച്ചാണുള്ളത്. ജ്ഞാനം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. നിങ്ങൾ പ്രദർശിനിയിൽ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കൂ. അതിലൂടെ മനുഷ്യർ മനസ്സിലാക്കണം, നമുക്കൊരു ബാബയെ മാത്രമാണ് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് ഇങ്ങനെയാകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പിന്നീട് ഭക്തി മാർഗത്തിലേക്ക് വരും. നിങ്ങൾ മഹാരഥി കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു. പുരുഷന്മാരും നല്ല നല്ലവരുണ്ട്. നമ്പർ 1 മാഗസീൻ ഉണ്ടാക്കുന്ന ജഗദീഷാണ്. ബ്രിജ് മോഹനും എഴുതുന്നതിനുള്ള നല്ല താൽപര്യമുണ്ട്. പക്ഷെ മൂന്നാമതും ആരെങ്കിലുമൊക്കെ വരും. ദിനം പ്രതിദിനം നിങ്ങൾ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി മുന്നോട്ടു പോകും. ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്. ആ പരമ ആത്മാവിൽ ജ്ഞാനം നിറഞ്ഞിരിക്കുകയല്ലേ. ഏതുപോലെയാണോ പാട്ട് കേൾക്കുന്നത്, മുഴുവൻ റെക്കോർഡും നിറഞ്ഞിരിക്കുന്നു. ഇതും അങ്ങനെയാണ്. ബാബയുടെ അടുത്ത് എന്ത് സമ്പത്താണോ ഉള്ളത് അത് ലഭിച്ചുകൊണ്ടിരിക്കും. ഡ്രാമ അനുസരിച്ച്. ഇത് കുട്ടികളുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കണം. ഇനി ജോലി എന്തും ചെയ്തോളൂ. കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ. ബുദ്ധി ശിവബാബയുടെ അടുത്തായിരിക്കണം. ബ്രഹ്മഭോജനവും പവിത്രമായിരിക്കണം. ബ്രഹ്മഭോജനം തന്നെയാണ് ബ്രാഹ്മണരുടെ ഭോജനം. ബ്രാഹ്മണർ എത്രത്തോളം യോഗത്തിലിരുന്ന് ഉണ്ടാക്കുന്നോ അത്രത്തോളം ആ ഭക്ഷണത്തിൽ ശക്തി വരുന്നു. മഹിമയുണ്ട്. ദേവതകൾ പോലും ബ്രഹ്മഭോജനത്തിന്റെ വളരെ മഹിമ പാടുന്നു. അതിലൂടെ ഹൃദയം ശുദ്ധമാകുന്നുവെങ്കിൽ ബ്രാഹ്മണരും അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ അഥവാ അങ്ങനെ ആകുകയാണെങ്കിൽ നിങ്ങളുടെ വളരെ അഭിവൃദ്ധി ഉണ്ടാകും. എന്നാൽ ഡ്രാമയനുസരിച്ച് പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപിക്കണം. ഇങ്ങനെയുള്ള ബ്രാഹ്മണരും വരും. അവർ പറയും, ഞങ്ങൾ ബാബയുടെ ഓർമ്മയിലിരുന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ബാബ വെല്ലുവിളി നൽകുന്നില്ലേ? ഇങ്ങനെയുള്ള ബ്രാഹ്മണരായിരിക്കണം. അവർ ഓർമ്മയിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണം പവിത്രമായിരിക്കണം. ഭക്ഷണത്തിൽ വളരെ മഹത്വമുണ്ട്. പുറത്തുനിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ വരുന്നു. കുട്ടികൾ ഭക്ഷണത്തിലൂടെയും റിഫ്രഷ് ആകുന്നു. യോഗികളായവർ ജ്ഞാനികളുമായിരിക്കും. അതുകൊണ്ട് അവരെ സേവനത്തിനും അയക്കുന്നു. വളരെ പേരാകുകയാണെങ്കിൽ പിന്നീട് ഇവിടെയും അങ്ങനെയുള്ളവരെ വെക്കും. അല്ല എങ്കിൽ മഹാരഥികൾ തന്നെ ആയിരിക്കണം ഭക്ഷണശാലയിൽ. അവർ യോഗയുക്തമായി ഭക്ഷണമുണ്ടാക്കും. ദേവതകൾ പോലും മനസ്സിലാക്കുന്നു, ഞങ്ങൾ ബ്രഹ്മഭോജനം കഴിച്ചാണ് ദേവതയായത്. അതുകൊണ്ടാണ് വളരെ താൽപര്യത്തോടെ നിങ്ങളെ കാണുന്നതിന് വേണ്ടി വരുന്നത്. എങ്ങനെയാണ് നിങ്ങളുമായി ചേരുന്നത്? ഇതും ഡ്രാമയിലെ യുക്തിയാണ്. സൂക്ഷ്മവതനത്തിൽ അവരും ഇദ്ദേഹവും കണ്ടുമുട്ടുന്നു.
ഇതും അത്ഭുതകരമായ സാക്ഷാത്കാരമാണ്. അത്ഭുതകരമായ ജ്ഞാനമല്ലേ? അതുകൊണ്ട് സാക്ഷാത്കാരവും അത്ഭുതകരമാണ്, അർത്ഥസഹിതവുമാണ്. ഭക്തി മാർഗത്തിലാണെങ്കിൽ സാക്ഷാത്കാരം വളരെ പ്രയാസപ്പെട്ടാണ് ഉണ്ടാകുന്നത്. കഠിനമായ ഭക്തി ചെയ്യുന്നു, കേവലം സാക്ഷാത്കാരത്തിന് വേണ്ടി. മനസ്സിലാക്കുന്നു, സാക്ഷാത്കാരം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ മുക്തമാകും. അവർക്കിത് അറിയുകയേ ഇല്ല, അതായത് അവർ പഠിത്തത്തിലൂടെയാണ് ഇങ്ങനെ ആയത് എന്ന്. ഈ സൂര്യവംശിയും ചന്ദ്രവംശിയും പഠിത്തത്തിലൂടെയാണ് ഉണ്ടായത്. ബാക്കി എന്തെല്ലാം അനേക ചിത്രങ്ങളാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇങ്ങനെ ഒന്നും തന്നെയില്ല. ഇതെല്ലാം ഭക്തി മാർഗത്തിന്റെ വിസ്താരമാണ്. വളരെ വലിയ ജോലിയാണ്. ഇപ്പോൾ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. അതാണ് ആത്മീയ പിതാവ്, ജ്ഞാന സാഗരൻ. കൽപ്പകൽപ്പം പഴയ ലോകത്തെ പുതിയതാക്കുക, രാജയോഗം പഠിപ്പിക്കുക, ഇത് ബാബയുടെ മാത്രം കർത്തവ്യമാണ്. എന്നാൽ കേവലം ഗീതയിൽ പേര് മാറ്റി. ബാബ മനസ്സിലാക്കി തരുന്നു, ഇതും കൽപ്പകൽപ്പത്തെ കളിയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ വരുന്നു പാർട്ട് അഭിനയിക്കുന്നതിന്. വൃക്ഷത്തിലേക്കും ബുദ്ധി പോകണം. എങ്ങനെ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കാം? നമ്മളോട് പറയുന്നു, എന്താ ഞങ്ങൾ സ്വർഗത്തിലേക്ക് വരില്ലേ? പറയൂ, നിങ്ങളുടെ ധർമ്മസ്ഥാപകർ സ്വർഗത്തിലേക്ക് വരുന്നേ ഇല്ല. അവരെപ്പോഴാണോ സ്വർഗത്തിലേക്ക് വരുന്നത്, അപ്പോൾ നിങ്ങളും വരൂ. ഓരോ ധർമ്മത്തിനും അവരവരുടെ സമയത്തിലാണ് പാർട്ടുള്ളത്. ഈ വൈവിധ്യമാർന്ന ധർമ്മങ്ങളുടെ നാടകം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ കളിയാണ്. ഇതിലൊന്നും പറയേണ്ട പോലും ആവശ്യമില്ല. മുഖ്യമായ ധർമ്മങ്ങൾ കാണിച്ചിരിക്കുന്നു. ഇത് കുട്ടികൾക്കറിയാം. ഈ ചിത്രങ്ങൾ മുതലായവയും ഒന്നും പുതിയതല്ല. കൽപ്പകൽപ്പം ഇത് ഇതുപോലെ തന്നെ നടന്നുവരും. വിഘ്നവും അനേക പ്രകാരത്തിലുള്ളത് ഉണ്ടാകുന്നുണ്ട്. അടി, ബുദ്ധിമുട്ടിക്കൽ തുടങ്ങിയ വിഘ്നങ്ങളും ഉണ്ടാകുന്നില്ലേ? കുട്ടികൾക്ക് എത്ര യുക്തിയോടെയാണ് മനസ്സിലാക്കി തരുന്നത്? പറയൂ, ഭഗവാനു വാചയല്ലേ, കാമം മഹാശത്രുവാണ്. ഇപ്പോഴാണെങ്കിൽ ഈ കലിയുഗം നശിക്കണം. ദേവതാധർമ്മം സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ പവിത്രമാകൂ, കാമത്തെ ജയിക്കൂ. ഇതിൽ തന്നെയാണ് ലഹള ഉണ്ടാകുന്നത്. നിങ്ങൾ വലിയ വലിയ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഗവർണറുടെ പേര് കേട്ട് എല്ലാവരും വരും. അതുകൊണ്ടാണ് യുക്തി രചിക്കുന്നത്. അതിലും ആരെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കും ഇത് സാധ്യമാണ് എന്ന്. വലിയവരുടെ പേര് കേട്ട് വളരെ പേർ വരും. ചില വലിയവർ പോലും വരും. ഇതും സാധ്യമാണ്. കാര്യം വളരെ പ്രയാസമുള്ളതാണ്. ബാബ എത്രയാണ് എഴുതുന്നത്? കുട്ടികളെ ആരെക്കൊണ്ടാണോ ഉദ്ഘാടനം ചെയ്യിക്കുന്നത് അവർക്കാദ്യം മനസ്സിലാക്കി കൊടുക്കൂ. അതായത് തീർച്ചയായും ഇങ്ങനെ മനുഷ്യനിൽ നിന്ന് ദേവതയാകാൻ സാധിക്കും. വിശ്വത്തിൽ ശാന്തി സാധ്യമാകും. സ്വർഗത്തിൽ മാത്രമായിരുന്നു വിശ്വത്തിൽ ശാന്തിയും സുഖവും ഉണ്ടായിരുന്നത്. ഇങ്ങനെ പ്രഭാഷണം ചെയ്യൂ. അതുപോലെ പത്രത്തിലിടൂ. എങ്കിൽ പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് ഇത്രയും അധികം പേർ വരാൻ തുടങ്ങും. നിങ്ങളെ ഉറങ്ങാൻ പോലും അനുവദിക്കില്ല. ഉറക്കം വിടേണ്ടി വരും. സേവനത്തിലൂടെ, യോഗത്തിലൂടെ ശക്തിയും വരുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടാകുന്നു. സമ്പാദിക്കുന്നവർക്ക് ഒരിക്കലും കോട്ടുവ വരില്ല, ഉറക്കം വരില്ല. സമ്പാദ്യം കൊണ്ട് വയറ് നിറഞ്ഞാൽ പിന്നീട് ഉറക്കം വരില്ല. സാധാരണ പോലെ ആകുന്നു. നിങ്ങളും വലിയ വലിയ സമ്പാദ്യമാണ് ഉണ്ടാക്കുന്നത്. കോട്ടുവ നഷ്ടമുണ്ടാക്കുന്ന കണക്കാണ്. ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്, ഓർമ്മയിലിരിക്കുന്നത്,
അവർക്ക് കോട്ടുവ വരില്ല. അഥവാ മിത്രസംബന്ധികൾ മുതലായവരെ ഓർമ്മ വരികയാണെങ്കിൽ കോട്ടുവ വന്നുകൊണ്ടിരിക്കും. ഇത് അടയാളമാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് കോട്ടുവ മുതലായവ ഒരിക്കലും വരികയേയില്ല. ബാബയുടെ സമ്പത്ത് നേടി അതുകൊണ്ട് അവിടെ ഉറക്കം, എഴുന്നേൽക്കൽ, ഇരിക്കൽ നിയമമനുസരിച്ച് നടക്കുന്നു. എല്ലാം കൃത്യമാകുന്നു. ആത്മാവ് ലിവർ ഘടികാരത്തിന് തുല്യമാകുന്നു. ഇപ്പോൾ സിലിണ്ടർ ഘടികാരം പോലെയാണ്. അതിനെ ലിവർ ഘടികാരമാക്കണം. ചിലരെ ആക്കാൻ സാധിക്കും, ചിലരെ ആക്കാൻ സാധിക്കില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബന്ധനമുക്തമാകുന്നതിന് അല്ലെങ്കിൽ തന്റെ ഉന്നതി ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധി ജ്ഞാനത്താൽ സദാ നിറച്ചുവെക്കണം. മാസ്റ്റർ ജ്ഞാനസാഗരനായി സ്വദർശന ചക്രധാരിയായി ഓർമ്മയിലിരിക്കണം. 2. നിദ്രയെ ജയിച്ചവരായി മാറി ഓർമ്മയുടെയും സേവയുടെയും ശക്തി ശേഖരിക്കണം. സമ്പാദ്യത്തിൽ ഒരിക്കലും ആലസ്യം കാട്ടരുത്, കോട്ടുവ ഇടരുത്. വരദാനം: വിശ്വത്തിൽ ഈശ്വരീയ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന വിശ്വസേവാധാരിയായി ഭവിക്കൂ. താങ്കൾ വിശ്വസേവാധാരി കുട്ടികൾ വിശ്വത്തിൽ ഈശ്വരീയ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നു. അത് നാസ്തികനാകട്ടെ ആസ്തികനാകട്ടെ, എല്ലാവർക്കും അലൗകികം അല്ലെങ്കിൽ ഈശ്വരീയ സ്നേഹത്തിന്റെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ അനുഭൂതി ചെയ്യിക്കുന്നത് തന്നെയാണ് വിത്ത് വിതയ്ക്കൽ. ഈ വിത്ത് സഹയോഗിയാകുന്നതിന്റെ വൃക്ഷം സ്വതവേ തന്നെ വളർത്തി സമയത്ത് സഹയോഗിയാകുന്നതിന്റെ ഫലം നൽകുന്നു. ചില ഫലം പെട്ടെന്ന് വരുന്നു, ചില ഫലം സമയമനുസരിച്ചു വരുന്നു, അത്രമാത്രം. സ്ലോഗൻ: ഭാഗ്യവിധാതാവായ ബാബയെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരുടെ നേരിട്ടുള്ള സന്താനമാകുക. ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓം ശാന്തി.